നമ്പർ 221114 കൊച്ചുവേളിയിൽ നിന്നും കോട്ടയം എറണാകുളം ടൗൺ ഷൊർണൂർ ജംഗ്ഷൻ വഴി ലോക്മാന്യ തിലക് വരെ പോകുന്ന കൊച്ചുവേളി ലോക്മാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനകം എത്തിപ്പോകുന്നതാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നവനീത് കൃഷ്ണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നവനീത് കൃഷ്ണ. ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് യാത്രാ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാസർഗോട്ടേക്കുള്ള ഒറ്റയ്ക്കുള്ള ഒരു ട്രെയിൻ യാത്രയുടെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലൂർ തൂക്കുപാലത്തിന് മുന്നിലാണ്. ഇവിടെ നിന്നും പുല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് കൊല്ലത്തിറങ്ങി കൊല്ലത്തുനിന്ന് രാത്രി 2 മണിക്കുള്ള വണ്ടിക്കാണ് ഞാൻ കയറുന്നത്. കൊച്ചുവേളി LTT സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണത്. അപ്പോൾ ആ വണ്ടിക്കാണ് ഞാൻ കയറി പോകുന്നത്. ഇനിയിപ്പം ഇവിടുന്ന് എനിക്ക് പുല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ നമുക്ക് ഈ കാസർഗോഡ് യാത്രയുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ വണ്ടിക്കാണ് ഞാൻ കൊല്ലത്തോട്ട് പോകുന്നത്. നമ്മുടെ പുനലൂർ കൊല്ലം മെമു. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ട്രെയിനിൻ്റെ അകത്താണ്. നിങ്ങൾക്കാണെങ്കിൽ ഈ റെയിൽവേ അനൗൺസ്മെൻറ്റും എഞ്ചിൻ്റെ ശബ്ദമൊക്കെ കാരണം കേൾക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ട്രെയിനിൻ്റെ അകത്താണ്. പുനലൂർ കൊല്ലം മെമു ആണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്കകത്താണ് നമ്മൾ കൊല്ലം വരെ യാത്ര ചെയ്തത്. ഇനി കൊല്ലം ചെന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. അകത്തിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ട്രെയിനിൻ്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത്. ഇനി 5.5 മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്നാലേ ട്രെയിൻ വരത്തുള്ളൂ. ഇനി നമ്മുടെ ട്രെയിൻ വരട്ടെ. 1:55 അറൈവൽ. ഫ്രണ്ട്സ്, ഞാനിനിയിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മറ്റ് യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുവാണ്. നാളെ രാവിലെ ഞാൻ എവിടെ വെച്ച് എഴുന്നേക്കുന്നോ അവിടെ മുതൽ നമുക്ക് കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, രാവിലെ ഞാൻ 5:30-5:45 ആയപ്പോഴാണ് എഴുന്നേറ്റത്. വണ്ടി തൃശ്ശൂർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഷൊർണൂരാണ്. ഞാൻ ഷൊർണൂരെത്തി. ഇനിയിപ്പോൾ പുറത്തൊന്നും ഇറങ്ങുന്നില്ല, റിസ്ക്കാണ്. കാരണം ട്രെയിൻ എല്ലാം വിട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി തന്നെ പോകും, പിന്നെ ആകെ പ്രശ്നമാകും. പിന്നെ ഞാൻ പുറത്തൊന്നും ഇറങ്ങുന്നില്ല. പിന്നെ എൻ്റെ ബർത്തിൻ്റെ തൊട്ടടുത്തൊരു ഫാമിലി വന്നായിരുന്നു എറണാകുളത്തുനിന്ന്. അതുകൊണ്ട് എറണാകുളത്തെത്തിയത് 5:15. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശരിക്കും ഒന്നും ഉറങ്ങിയിട്ടില്ല. പിന്നെ അവർ പിന്നെ ഭയങ്കര സംസാരം ഇതൊക്കെയാണ്, നമുക്ക് ഉറക്കത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ രാവിലെ മുന്നിൽ പിടിക്കുകയാണ്. ഇനിയിപ്പം ഷൊർണൂർ കഴിഞ്ഞ് ഇനിയിപ്പം സ്റ്റോപ്പുള്ളത് തിരൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയാണ്. നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണമാണിത്. അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. ഞാൻ ഇഡലിയൊക്കെ അന്വേഷിച്ചു, പക്ഷേ ഈ 2 വടയും സമൂസയെ കിട്ടിയുള്ളൂ. ഫ്രണ്ട്സ്, ഈ ദീർഘദൂര വണ്ടികളിൽ പാൻട്രി കാർ ഇല്ലാത്ത ഭയങ്കര ഒരു കഷ്ടം തന്നെയാണ്. കാരണം രാവിലെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും പറ്റത്തില്ല. പാൻട്രി കാർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കണ്ണൂരിനെ ലക്ഷ്യമാക്കി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പാണ് കാസർഗോഡ്. അങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ ലോകമാന്യ തിലകിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നും തുടങ്ങിയ യാത്ര കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ് വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല, ഞാൻ ഇനി തിരിച്ചു വന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആണ്. അതിൻ്റെ ഒരു വീഡിയോയും താമസിയാതെ യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും എന്നെ നന്ദി, നമസ്കാരം.